ആസിഡുകളും ബേസുകളും എന്ന ഈ പാഠം നമുക്ക് ഒരുമിച്ച് പഠിച്ചാലോ രാധേ? അതൊരു നല്ല ആശയമാണല്ലോ രാജു. ജിനുവിന്റെ ഡയറിക്കുറിപ്പിൽ നിന്നാണല്ലോ പാഠം തുടങ്ങുന്നത്. ടീച്ചർ നടത്തിയ ആ മാജിക്കിന്റെ രഹസ്യമെന്തായിരുന്നു? ടീച്ചർ ആദ്യമെടുത്ത പിങ്ക് നിറമുള്ള ദ്രാവകം പതിമുഖമിട്ട് തിളപ്പിച്ച വെള്ളമാണ്. അത് മറ്റേ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചപ്പോൾ മഞ്ഞയായി മാറിയതിന് കാരണം ആ ഒഴിഞ്ഞ ഗ്ലാസ്സിൽ ആസിഡ് സ്വഭാവമുള്ള എന്തോ ചേർത്തിട്ടുണ്ടായിരിക്കാം. ശരിയാണ്. നമ്മൾ പരീക്ഷണം ചെയ്തപ്പോൾ പതിമുഖം വെള്ളം മഞ്ഞ നിറമാക്കിയത് വിനാഗിരി, നാരങ്ങനീര്, പുളിവെള്ളം എന്നിവയൊക്കെ ചേർത്തപ്പോഴാണല്ലോ. അപ്പോൾ ആസിഡുകൾക്ക് പൊതുവായി എന്തൊക്കെ സ്വഭാവങ്ങളാണുള്ളത്? ഒന്നാമതായി അവയ്ക്ക് പുളിരുചിയുണ്ട്. വിനാഗിരി, നാരങ്ങനീര്, മോര്, പുളി എന്നിവയുടെയെല്ലാം രുചി പുളിയാണല്ലോ. രണ്ടാമതായി അവ നീല ലിറ്റ്മസ് പേപ്പറിനെ ചുവപ്പാക്കും. മൂന്നാമതായി ആസിഡുകൾ ലോഹങ്ങളുമായി പ്രവർത്തിച്ച് ഹൈഡ്രജൻ വാതകമുണ്ടാക്കും. അതുകൊണ്ടാണ് അച്ചാറുകൾ ലോഹപാത്രങ്ങളിൽ സൂക്ഷിക്കാത്തത്. ഇനി ബേസുകളുടെ കാര്യമെടുത്താലോ? ബേസുകൾക്ക് കാരരുചിയാണുള്ളത്. സോപ്പ്, അപ്പക്കാരം എന്നിവയുടെ രുചി പോലെ. ചുവപ്പ് ലിറ്റ്മസ് പേപ്പറിനെ നീലയാക്കും. വഴുവഴുപ്പ് അനുഭവപ്പെടും. സോപ്പ് വെള്ളത്തിലും അപ്പക്കാര ലായനിയിലും കൈവിരൽ മുക്കി ഉരച്ചു നോക്കിയാൽ ഇത് മനസ്സിലാക്കാം. ആസിഡും ബേസും തിരിച്ചറിയാൻ സഹായിക്കുന്ന പദാർത്ഥങ്ങളാണല്ലോ സൂചകങ്ങൾ, ഇൻഡിക്കേറ്റേഴ്സ്. ഏതൊക്കെ സൂചകങ്ങളാണ് നമ്മൾ പഠിച്ചത്? ലിറ്റ്മസ് പേപ്പറാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. പ്രകൃതിദത്തമായി കിട്ടുന്ന ചില സൂചകങ്ങളുമില്ലേ? ഉണ്ട്. ചുവന്ന ചെമ്പരത്തിപ്പൂവ് ഉരച്ച കടലാസ് നീല ലിറ്റ്മസിന് പകരമായി ഉപയോഗിക്കാം. ഇത് ആസിഡിൽ മുക്കിയാൽ ചുവപ്പ് നിറമാകും. മഞ്ഞൾ ഒരു ബേസ് സൂചകമാണ്. സോപ്പ് ലായനിയിലോ അപ്പക്കാര ലായനിയിലോ ഒഴിച്ചാൽ നിറം മാറും. ലാബിലുപയോഗിക്കുന്ന മറ്റു രണ്ട് സൂചകങ്ങളാണ് ഫിനോഫ്താലീനും മീഥൈൽ ഓറഞ്ചും. അതെ, ബേസുകളിൽ ഫിനോഫ്താലിൻ ചേർത്താൽ പിങ്ക് നിറമാകും. ആസിഡുകളിൽ മീഥൈൽ ഓറഞ്ച് ചേർത്താൽ ഇളം പിങ്ക് നിറം ലഭിക്കും. നമ്മുടെ ഭക്ഷണത്തിലുമുണ്ട് ഒരുപാട് ആസിഡുകൾ. ഏതെല്ലാമാണ് പ്രധാനപ്പെട്ടവ? നമുക്കൊരു പട്ടികയായി പഠിച്ചാലോ? മോര്, തൈര്, ലാക്റ്റിക് ആസിഡ്; വിനാഗിരി, അസറ്റിക് ആസിഡ്; നാരങ്ങ, സിട്രിക് ആസിഡ്; വാളൻപുളി, ടാർട്ടാരിക് ആസിഡ്; ആപ്പിൾ, മാലിക് ആസിഡ്; നെല്ലിക്ക, അസ്കോർബിക് ആസിഡ്; വിറ്റമിൻ സി; തക്കാളി, ഓക്സാലിക് ആസിഡ്. തൈരിന് പുളിരുചി നൽകുന്നത് ലാക്ടോബാസിലസ് എന്ന ബാക്ടീരിയ ഉൽപ്പാദിപ്പിക്കുന്ന ലാക്റ്റിക് ആസിഡ് ആണെന്ന് നമ്മൾ പഠിച്ചു. ഭക്ഷ്യവസ്തുക്കളിലെ ആസിഡുകൾ വീര്യം കുറഞ്ഞവയാണ്. എന്നാൽ ലബോറട്ടറിയിൽ വീര്യം കൂടിയ ആസിഡുകളും ബേസുകളുമുണ്ട്. ലബോറട്ടറിയിൽ പ്രധാനമായും ഉപയോഗിക്കുന്നവ: ആസിഡുകൾ ഹൈഡ്രോക്ലോറിക് ആസിഡ്, നൈട്രിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ്. ബേസുകൾ കാൽസ്യം ഹൈഡ്രോക്സൈഡ്, ചുണ്ണാമ്പ്, സോഡിയം ഹൈഡ്രോക്സൈഡ്, കാസ്റ്റിക് സോഡ, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്, കാസ്റ്റിക് പൊട്ടാഷ്. ഇവ കൈകാര്യം ചെയ്യുമ്പോൾ ഒരുപാട് ശ്രദ്ധിക്കണം. കൈകൊണ്ട് തൊടുകയോ മണക്കുകയോ രുചിക്കുകയോ ചെയ്യരുത്. അതെ, രാസവസ്തുക്കൾ ശരീരത്തിൽ വീണാൽ പൊള്ളലുണ്ടാകാം. അങ്ങനെയുണ്ടായാൽ പൊള്ളലേറ്റ ഭാഗത്ത് തണുത്ത വെള്ളം കുറേ സമയം ഒഴിക്കുകയാണ് പ്രഥമ ശുശ്രൂഷ. മനുഷ്യ ശരീരത്തിൽ പോലും ആസിഡ് ഉണ്ടല്ലോ. ആമാശയത്തിൽ ദഹനത്തെ സഹായിക്കാൻ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതിന്റെ അളവ് കൂടുമ്പോഴാണ് അസിഡിറ്റി ഉണ്ടാകുന്നത്. അതിന് ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നത് ആസിഡിനെ നിർവീര്യമാക്കുന്ന അന്റാസിഡുകൾ എന്ന മരുന്നുകളാണ്. ഉറുമ്പ് കടിക്കുമ്പോഴുള്ള വേദനയ്ക്കു കാരണം ഉറുമ്പിന്റെ ശരീരത്തിലുള്ള ഫോർമിക് ആസിഡ് ആണെന്നും നമ്മൾ പഠിച്ചു. ശരിയാണ്. ഇതുകൊണ്ട് നമുക്ക് ആസിഡുകളെയും ബേസുകളെയും കുറിച്ചുള്ള ഈ പാഠഭാഗം എളുപ്പത്തിൽ പഠിക്കാൻ കഴിഞ്ഞു. തീർച്ചയായും രാജു, വളരെ എളുപ്പമായിരുന്നു.